പവർ കട്ടില്ലാത്ത 10 വർഷം അവസാനം കൊണ്ട് തിം തരികിടതവും വീണ് 10ാം വർഷത്തിൽ തിം തരികിടതവും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും സോഷ്യൽ മീഡിയയിൽ നിന്നും കയറി ഒന്നും പറയാൻ വയ്യ. സഹാക്കളെല്ലാം കൂടി കൊല്ലാൻ നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇത് ഇങ്ങനെ പവർ കട്ടില്ലാത്ത 10 വർഷം എന്നല്ലേ പറഞ്ഞു. എന്നാൽ ഇതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ ഗൗരവമുള്ള ഒരു പോസ്റ്റാണുള്ളത്. അത് ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനായിരുന്ന TK ജോസിൻ്റെ അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി മറ്റ് പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളാണ് ഇത് കുഴപ്പിച്ചതെന്നുള്ളൊരു വാദം ശക്തമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രദ്ധയിൽ പോട്ടെ, ഞാൻ അതിന് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല മറ്റ് IASകാരുമൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെയർമാനായിരുന്ന ഡോക്ടർ B അശോക് ഇന്ന് സോളാർ എനർജി കൂടുതൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കേരള കൗമുദിയിൽ. പക്ഷേ അദ്ദേഹം ഇരുന്നപ്പോൾ എത്ര കണ്ട് സോളാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള ചോദ്യം, അദ്ദേഹം ചെയ്തില്ല എന്നുള്ള കുറ്റപ്പെടുത്തലല്ല, അദ്ദേഹത്തിന് എത്ര കഴിഞ്ഞു എന്നുള്ള ചോദ്യവും വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് അതിൽ വലിയ പരിമിതിയും സമ്മർദ്ദവും ഉണ്ടായിരുന്നു. 2023 മെയ് 10 കേരള വൈദ്യുതി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ TK ജോസ് IAS എടുത്തൊരു തീരുമാനമാണ് KSEBക്ക് ഇത്രയും വലിയ നഷ്ടവും കറണ്ട് കട്ടായും അമിത ബില്ലായി സർചാർജായും പല വക ടൈം സോൺ ബില്ലായും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. 2014 ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് ഇപ്പോൾ അവിടുത്തെ MLA നിലമ്പൂരിലെ. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ അനുസരിച്ച് 450 മെഗാവാട്ട് കറണ്ട് യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വാങ്ങാൻ ഒരു കരാർ ഒപ്പിട്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് 30% താഴെ കറണ്ടേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. 70% കൂടുതൽ കറണ്ടും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് തന്നെ അദാനി ഉൾപ്പെടെയുള്ള നിരവധി സ്വകാര്യ കമ്പനികളാണ് ഇത് ഉണ്ടാക്കുന്നത്. അവരിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് വലിയ ഉയർന്ന കാശ് കൊടുത്ത് വാങ്ങുന്നു, അല്ല ചെറിയ പൈസ കൊടുത്ത് വാങ്ങുന്നു, നമുക്ക് ഉയർന്ന പൈസയ്ക്ക് തരുന്നു, എന്നിട്ട് നമ്മളെ നല്ല ബില്ലും അടിച്ച് മാറ്റുന്നു, എന്നിട്ട് പറയുന്നു ഇവിടെ കറണ്ട് കട്ടില്ലാത്ത. നമുക്കെന്താണെന്ന് വല്ലയിടത്തും ഉണ്ടാക്കുന്ന കറണ്ടിന് ഇവിടെ കൊണ്ടുവന്ന് തരുന്നത് ആ ജോലി. മാത്രമല്ല നാഷണൽ ഗ്രിഡിൽ നേരത്തെ കേരളം ചേർന്നിരുന്നില്ല, പിന്നെ നാഷണൽ ഗ്രിഡിൽ ചേർന്ന് കറണ്ട് കൊണ്ടുവരുന്നു, അത്ര കാര്യമില്ല. അല്ല നമുക്കിവിടെ കറണ്ടൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാനും കഴിയില്ല. കാലാകാലങ്ങളായി കേരളത്തിൽ വേനൽക്കാലത്തുണ്ടായിരുന്ന ലോഡ് ഷെഡിങ് കറണ്ട് കട്ട് ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തൊരു ഉജ്ജ്വലമായ തീരുമാനമായിരുന്നു ആര്യാടൻ മുഹമ്മദ് വഴി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കരാറിലൂടെ 450 മെഗാവാട്ട് കറണ്ട് ഉപയോഗിച്ചാണ് 10 വർഷമായി പവർ കട്ടില്ലാത്ത കേരളം തള്ളിമറിക്കുന്നത്. എന്നാൽ 2014 മുതൽ 25 വർഷത്തേക്ക്, അതായത് 2039 വളരെ കുറഞ്ഞ വിലയ്ക്ക് കറണ്ട് കിട്ടുമായിരുന്ന ഈ കരാർ അട്ടിമറിച്ചത് TK ജോസ് IAS ആണ്. പിണറായിയുടെ മാനസപുത്രനായിരുന്ന അന്നത്തെ വൈദ്യുത റെഗുലേറ്റർ കമ്മീഷൻ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. സാങ്കേതികമായ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ആ കരാർ റദ്ദാക്കി. അപ്പോൾ വേനൽ കടുത്തപ്പോൾ കറണ്ടില്ല. ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന കറണ്ട് 12 രൂപ കൊടുത്ത് ഇപ്പോൾ വാങ്ങുന്നുണ്ട്. ഒരു യൂണിറ്റിന് 8 രൂപയാണ് നഷ്ടം. ഒരു മെഗാവാട്ടിന് 10 ലക്ഷം യൂണിറ്റിന് 80 ലക്ഷം രൂപയുടെ നഷ്ടമാണുള്ളത്. അങ്ങനെ KSEBക്ക് ഒരു ദിവസം 450 മെഗാവാട്ടിലെ നഷ്ടം 360 കോടി രൂപയാണ് നഷ്ടം വരുത്തിയത്. ഒരു IASകാരൻ്റെ വികലമായ തീരുമാനമെന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത്. ഇതിൻ്റെ ഫയൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ ഈ കാര്യങ്ങളിപ്പോൾ ചർച്ച ചെയ്ത് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ അവതരിപ്പിക്കുന്നത്. ഈ നഷ്ടമൊക്കെ ആര് വഹിക്കും? നമ്മളല്ലാതെ മറ്റാരുണ്ടെന്നുള്ളതാണ്. UDF കാലത്ത് 400 രൂപ ഉണ്ടായിരുന്ന കറണ്ട് ബില്ല് ഇപ്പോൾ 4500 രൂപയായിട്ടെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോളാർ വെച്ചിട്ടുള്ളവർക്ക് ആ പ്രശ്നമില്ല. പക്ഷേ എല്ലാവർക്കും 5000, 6000, 7000 രൂപയൊക്കെയാണ് കറണ്ട് ബില്ല് വരുന്നത്. ചൊൽപ്പടിക്ക് നിൽക്കുന്ന IASകാരോട് രാഷ്ട്രീയം കളിക്കുന്ന ഇടത് കുതന്ത്രം മൂലമുണ്ടായ ലാഭമുണ്ടായത് ജിൻഡാൽ പവർ ലിമിറ്റഡ്, അത് നോർത്ത് ഇന്ത്യയിലൊരു കമ്പനിയാണ്, ജാബുവ പവർ ലിമിറ്റഡ്, ഇതെല്ലാം കൽക്കരിയിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ്. പിന്നെ അദാനി എന്നീ പ്രൈവറ്റ് പവർ കമ്പനികൾക്കാണ്. കരാർ റദ്ദിൽ മോൾ ഡിമാൻഡുള്ള സമയത്ത് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും കേരളത്തിൻ്റെ കരാറിനനുസരിച്ചുള്ള 4 രൂപ 29 കറണ്ട് മറിച്ച് വിറ്റവർ ലാഭമുണ്ടാക്കുന്നു. അവിടെ 5 രൂപയ്ക്കും 4 രൂപയ്ക്കും കിട്ടിയിരുന്ന കറണ്ട് പീക്ക് ടൈമിൽ അവർ വലിയ വില ചോദിക്കുകയും നമ്മൾക്കങ്ങനെ വില കൊടുക്കേണ്ടി വരുന്നു. ഡിമാൻഡ് ഇല്ലാത്തപ്പോൾ കേരളത്തിന് കൊടുക്കും. അപ്പോൾ ഡിമാൻഡ് ഉള്ളപ്പോൾ വലിയ വിലയ്ക്കാണ് നമുക്ക് തരുന്നത്. ഈ കരാർ റദ്ദാക്കിയത് മൂലമുണ്ട് കമ്പനിക്കുള്ള ലാഭത്തിൻ്റെ വിധം എവിടെയൊക്കെ എത്തി എന്നാണ് അറിയേണ്ടത്. അതേ TK ജോസ് അവസാന കാലത്തിൽ ജലജീവ മിഷൻ്റെ മായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയെയും നശിപ്പിച്ചു എന്നൊരു വാദം എനിക്ക് വളരെ കൃത്യമായുണ്ട്. അതിൽ എനിക്കും കൂടി അഭിപ്രായമുണ്ട്. ജലജീവ മിഷനെ ഇന്ന് സംസ്ഥാനത്ത് നശിപ്പിച്ചതിൻ്റെ ഒരു മുഖ്യ ഉത്തരവാദിത്വം TK ജോസ് IASനുണ്ട്. അത് വേറൊന്നുകൊണ്ടുമല്ല, അവസാന വർഷങ്ങളായപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഉമ്മൻചാണ്ടി പോലെയോ കരുണാകരനെ പോലെയോ അല്ലെങ്കിൽ KM മാണിയെ പോലെയുള്ള, KM മാണി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് KM മാണി അദ്ദേഹത്തിൻ്റെ ഒരു സ്പോൺസർ പോലെയായിരുന്നു. KN മാണി
മരിച്ചു പോയതിനു ശേഷം അദ്ദേഹം പാലയോ ആ ഭാഗത്ത് എവിടെ ഉള്ള ആളാണ്, ഭരണങ്ങാനോ പാലയോ മറ്റോ ഉള്ള ഒരാളാണ് ടി കെ ജോസ്. വളരെ കഴിവുള്ളൊരു IAS കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് പിണറായിയുടെ അടുത്ത് അഭ്യാസം കാണിച്ചാൽ പണി കിട്ടുമെന്നറിയാമായിരുന്നു. അതുകൊണ്ട് അവസാന വർഷങ്ങളിൽ ഒരു പിണറായി ഭക്തനായി അദ്ദേഹം മാറി. ഇലക്ട്രിസിറ്റി ബോർഡിലായാലും വാട്ടർ അതോറിറ്റിയിലായാലും ജലമേഖലയിലായാലും പരമഭക്തരായിരുന്നു കേൾക്കണം ബഹളം വയ്ക്കരുതാരും എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് ടി കെ ജോസ് മാറി എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ്. എന്തായാലും ഒരു നാട് അനുഭവിക്കുന്നു. ഓരോരുത്തരിരുന്ന് സെക്രട്ടേറിയറ്റിൻ്റെ AC റൂമിലിരുന്ന് ഓരോ ചേട്ടന്മാരല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റിയിലിരുന്നും അവിടെ ഇരുന്നും പട്ടം ചെയർമാൻ മറ്റേ KSEBയുടെ ഓഫീസിൻ്റെ ചെയർമാൻ സീറ്റിലൊക്കെ ഇരുന്ന് ഓരോ ചേട്ടന്മാർ അണ്ടിപ്പരിപ്പും കഴിച്ച് ചുമ്മാ ഇരുന്ന് ഫയലിൽ കുത്തിക്കുറച്ച് എഴുതുമ്പോൾ വലിയ നഷ്ടമാണ് ഒരു ജനതയ്ക്കും സമൂഹത്തിനും ഉണ്ടാകുന്നത്. മറ്റേ ഡോക്ടർ വേണു IAS റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഡാമുകൾ തുറന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ ന്യായം ഡാമുകളിൽ വെള്ളം ആവശ്യത്തിനേ ഉള്ളൂ, തുറക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ ചീഫ് സെക്രട്ടറി റിട്ടയർ ആയതിനു ശേഷം കൊടുത്തൊരു ചാനലിൽ ബൈറ്റ് കൊടുത്ത് പറഞ്ഞു ഡാമുകൾ സമയത്ത് തുറക്കാത്തത് കൊണ്ടാണ് കൃത്യമായി പ്രളയമുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാടിൻ്റെ ശാപമാണ്, ഈ നാടിൻ്റെ ദുരന്തമാണ്. എന്തായാലും ടി കെ ജോസ് IAS ഇത് കാണുമെങ്കിൽ കേൾക്കുമെങ്കിൽ അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹം കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ആര്യാടൻ മുഹമ്മദ് തയ്യാറാക്കിയ കരാർ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ടി കെ ജോസ് IAS റദ്ദാക്കാൻ ആരുടെ നിർദ്ദേശമാണ്? മന്ത്രിയുടെയാണോ അതോ മുഖ്യമന്ത്രിയുടെയാണോ അതോ താങ്കളെടുത്ത തീരുമാനമാണോ? ഇത് കേരള സമൂഹത്തിനറിയാൻ കറണ്ട് കട്ടിൻ്റെയും അപ്രഖ്യാപിത ലോഡ് ഷെഡിൻ്റെയും ഈ കാലത്ത് സാധാരണ ജനങ്ങളായ ഞങ്ങൾക്ക് അവകാശമുണ്ട്.